വിശ്വാനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ പല രീതിയിൽ നമ്മൾ റീച്ച് ചെയ്യാറുണ്ട്. ബോട്ട് ഉപയോഗിച്ച് റീച്ച് ചെയ്യാറുണ്ട്. വേറെ നമ്മൾ യൂട്യൂബിനും അതേപോലെ ഇൻസ്റ്റഗ്രാമിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പെയ്ഡ് ആയിട്ട് റീച്ച് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ വളരെ ഓർഗാനിക്കായിട്ട് നമുക്ക് എങ്ങനെ റീച്ച് കൊണ്ടുവരാൻ പറ്റുക? സാധാരണയായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനും ഒന്നും പൈസ ഒന്നും കൊടുക്കാതെ, അതല്ല ബോട്ടൊന്നും കയറ്റാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു റീച്ച് കൊണ്ടുവരാൻ പറ്റും? നീ ഒരു ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ് അല്ലേ? ആ രീതിയിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മളെപ്പോഴും നമ്മളൊരു കീപ്പ് ചെയ്യണം, ഒരു മെത്തേഡ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ ചാനലിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന അനലിറ്റിക്സ്, മറ്റു കാര്യങ്ങൾ, ടാർഗറ്റ് ഓഡിയൻസ് എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു, അവർ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൽ എൻ്റെർലി അവർ എവിടേക്ക് പ്ലാറ്റ്ഫോമിലാണ് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, അവരൊരു മീനെ പിടിക്കുന്ന എങ്ങനെ ചുറ്റോടും ഇട്ടിട്ട് നമ്മൾ ആ കൂട്ടിലേക്ക് വന്ന് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, അതേപോലെ ആകണം. അതും ഓർഗാനിക്കായിട്ട് അല്ല നമ്മൾ. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് KM റോയ് സാറിനാണ്. റിയൽ എസ്റ്റേറ്റിൽ വൻ തോതിൽ അസറ്റുകളും അതേപോലെ തന്നെ ഒരു കൊഡീഷനുമായിട്ടുള്ള അഡ്വക്കേറ്റ് KM റോയ് സാറിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഇത് നമുക്ക് തരുന്ന സമയത്ത് ഈ ഡിസംബറിൽ, ഈ ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള റിസൾട്ടാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ ഡിസംബറിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 1300 വ്യൂസാണ് ഇതിൽ വന്നത്. 20 ഹവേഴ്സും നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഹവേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ ഇതിലൊരു സ്ട്രാറ്റജി പരമായിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റിയ സമയത്ത് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജനുവരി മുതൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യാണ്. ഇപ്പം ഇന്നത്തെ ഡേറ്റ് വരെ ഞാനിത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഞാൻ ഇതിൽ ഒരു ആഡ് ഫണ്ട് കൊടുക്കാതെയാണ് ഈ 12K വ്യൂസും 1700 വാച്ച് അവേഴ്സും 16 പ്ലസ് നമ്മൾ എന്ത് ചെയ്തത്, സബ്സ്ക്രൈബ്സിൻ്റെ എണ്ണം കൂടിയത്. എന്ന് വെച്ചാൽ കൂടുതൽ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള പല സ്ട്രാറ്റജികളും ഉപയോഗിക്കുന്ന പരമായിട്ടാണ് നമ്മൾ എത്തിയത്. അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമും അതേപോലെ ലൈവായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീൽസ് വളരെ കവർ പേജ് കൊടുത്ത് ഒരാളെ കാണുമ്പോൾ അട്രാക്റ്റീവായി. കണ്ടോ, ഇത് മുമ്പ് ചെയ്തിരുന്ന രീതിയാണ്. കണ്ടോ, ഒരു ഫേസോട് കാണുന്നില്ല, എന്താ ഏത് കാണുന്നില്ല, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ചെയ്തു തുടങ്ങിയ ശേഷമുള്ള രീതി പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കിന് പറയുന്ന കാര്യങ്ങൾ നിർത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഓരോ പേജുകൾ. അതേപോലെ ഏറ്റവും ട്രെൻഡിങ് ആയിരിക്കുന്ന ഈ വളരെ പിക്കായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 12K നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വ്യൂസ് വന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവായിട്ട് നിർത്തുന്നതിലൂടെ അക്കൗണ്ട് എന്ത് ചെയ്യും, ഫ്രീസ് ആയിട്ടുള്ള ഒരു അധികം അനക്കമില്ലാത്തൊരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 മന്ത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് എത്തിച്ചേക്കാം. കാരണം എൻ്റെർലി ഒരു ഓർഗാനിക് രീതിയിലേക്കാണ് നമ്മളിതൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ലൈവായിട്ട് നിർത്തിക്കണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റെർലി 3 പ്ലാറ്റ്ഫോമും വളരെ സ്ട്രോങ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഓർഗാനിക് പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവായിട്ട് പോകുന്നുണ്ട്. ഒന്നും നമ്മളൊരു സെപ്പറേറ്റ് യൂട്യൂബിന് ഫണ്ട് കൊടുത്തിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നുണ്ട്, കൃത്യമായി സ്ട്രാറ്റജി പരമായിട്ട് കൃത്യം ഓഡിയൻസ് ചെയ്ത് വരുന്ന ടൈമിലാണ് നോക്കി നല്ല രീതിയിൽ കവർ പേജ് സെറ്റ് ചെയ്ത് SEO നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. കാരണം നമ്മൾ വീഡിയോ SEO നന്നായി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ SEO ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും, കീവേഡ്സ്, ടാഗ്സ്, കാര്യങ്ങൾ, അങ്ങനെ നമ്മളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ കൊടുക്കുന്നത് കൂടുതലും എന്ത് ചെയ്യണം, നമുക്ക് ഈ റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. വെറുതെ ആഡ് ഫണ്ട് ഇങ്ങനെ ചിലവാക്കുന്നതിന് യൂട്യൂബിന് നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബിന് പ്രധാനമായിട്ടും മറ്റു വരുമാനങ്ങൾ ആഡിലൂടെയുള്ള വരുമാനങ്ങളും, രണ്ടാമത് നമ്മളെ വീഡിയോസ് നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ കൊടുക്കുന്ന വരുമാനം. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ടിന് വേണ്ടി അവർ കാത്തുക്കും. അപ്പം ഓർഗാനിക് റീച്ച് കിട്ടുമല്ലോ, നമ്മൾ കാലാകാലം അങ്ങോട്ട് പൈസ കൊടുക്കണം. നമുക്കിപ്പോൾ ഇതിൽ നിന്നുള്ള വരുമാനം, യൂട്യൂബിൽ നിന്നുള്ളൊരു വരുമാനം നമ്മളൊരു സെക്കൻഡറി ആയിട്ട് കാണുന്നത്. പക്ഷെ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു അതോറിറ്റി പൊസിഷൻ എന്നുണ്ട്, നമുക്കൊരു അധികാര സ്ഥാനം, നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ. ലോകത്തിലെ 2ാമത്തെ സെർച്ച് എഞ്ചിനാണ് എന്ത് യൂട്യൂബ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എൻ്റെർലി ലോക്കാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കീപ്പ് ചെയ്യാം. ഓക്കെ.